കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതാർഹമാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജഗദീഷ്. വേട്ടക്കാരുടെ പേര് എന്തിന് റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയെന്നും ആരോപിതർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെയെന്നും ജഗദീഷ് പറഞ്ഞു. അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. പല തൊഴിലിടത്തും ഇങ്ങനെയല്ലേ എന്ന ചോദ്യം അപ്രസക്തമാണ്. അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും ജഗദീഷ് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകി. ഇരകൾ നൽകിയ മൊഴികളുടെയും സമർപ്പിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും മുമ്പ് സർക്കാർ നൽകിയ സെൻസറിംഗിൽ വ്യാപക പ്രതിഷേധം. 21 പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ 129 പാരഗ്രാഫുകളാണ് സർക്കാർ വെട്ടിയത്. 49 മുതൽ 53 വരെയുള്ള പേജുകളാണ് ഒഴിവാക്കിയത്. സർക്കാർ സ്വന്തം നിലയിൽ ഒഴിവാക്കിയത് റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളാണെന്നാണ് സൂചന. ലൈംഗികാതിക്രമം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഭാഗമാണ് ഒഴിവാക്കിയതെന്നാണ് വിവരം. സംസ്ഥാനത്ത് ഭീതി ജനിപ്പിച്ച് എലിപ്പനി. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണ കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 121 എലിപ്പനി മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ 102 പേരുടെ മരണം എലിപ്പനി മൂലമെന്ന് സംശയിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനിയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും താഴെത്തട്ടിൽ പാളിയതിന്റെ തെളിവാകുകയാണ് കണക്കുകൾ. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥർക്ക് ASFIO സമൻസ് അയച്ചു. CMRLിലെ 8 ഉദ്യോഗസ്ഥർക്കാണ് സമൻസ് അയച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം 28, 29 തീയതികളിൽ ചെന്നൈയിലെത്താനാണ് നിർദ്ദേശം. പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ഗവർണർ. പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 30 ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ഇതിനു പുറമെ സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് സസ്പെൻഷനിലുള്ള മുൻ ഡീനിനും അസിസ്റ്റന്റ് വാർഡനും എതിരെ കൂടുതൽ നടപടിക്കും നീക്കമുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 26, 27 തീയതികളിലും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പ്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ് തലേന്ന് മുതൽ യുവതിയെ പിന്തുടരുന്നതായി സംശയം. ഓഗസ്റ്റ് 8-ന് മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗത്തിൽ മറ്റ് 4 ജൂനിയർ ഡോക്ടർമാർക്കൊപ്പം നിൽക്കുന്ന യുവതിയെ പ്രതി നോക്കി നിൽക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അമേരിക്കയ്ക്ക് വേണ്ടി പോരാട്ടം തുടരാൻ എല്ലാവരും കൈകോർക്കാൻ ആഹ്വാനം ചെയ്ത കമലാ ഹാരിസ്. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസിഡന്റ് ആയിരിക്കും താനെന്ന് കമലാ ഹാരിസ് വ്യക്തമാക്കി. സർക്കാരിന്റെ പദ്ധതികൾ വിപുലീകരിച്ച മധ്യവർഗത്തെ സംരക്ഷിക്കും. രാഷ്ട്രീയ, സാമൂഹിക വ്യത്യാസങ്ങളില്ലാതെ എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റാകും താൻ. ഇസ്രായേലിന്റെ സ്വയം രക്ഷാവകാശത്തിന് പൂർണ്ണ പിന്തുണയെന്നും കമലാ ഹാരിസ് വ്യക്തമാക്കി. ചിക്കാഗോയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു കമലാ ഹാരിസ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കമലാ ഹാരിസ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഫുട്ബോൾ മൈതാനത്ത് ഞൊടിയിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന അതേ മികവോടെ യൂട്യൂബിലും വരവറിയിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഔദ്യോഗിക ചാനലിന് 3 കോടി സബ്സ്ക്രൈബേഴ്സ്. ബുധനാഴ്ച വൈകിട്ടാണ് പോർച്ചുഗൽ താരം യൂട്യൂബിൽ വീഡിയോ പങ്കുവച്ചു തുടങ്ങിയത്. 12 മണിക്കൂറിനുള്ളിൽ 1 കോടി സബ്സ്ക്രൈബേഴ്സിന് നേടിയെടുത്ത് യൂട്യൂബ് റെക്കോർഡിട്ട പോർച്ചുഗൽ സൂപ്പർ താരം ഈ നേട്ടത്തിൽ പിന്നിലാക്കിയത് ക്രിപ്റ്റോ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഹാംസ്റ്റർ കോംബാറ്റ്, ബെൽജിയം ഇൻഫ്ലുവൻസർ സെലിൻ ഡെപ്പ്, മിസ്റ്റർ ബീസ്റ്റ് ഗെയിമിംഗ്, ചിലെ യൂട്യൂബർ ടോമി 11 എന്നിവരെയാണ്. അടുത്ത ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ദേശീയ ടീമിനെ ബഹ്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. ക്രൊയേഷ്യക്കാരനായ കോച്ച് ഡ്രാഗൺ തലാജിക്കാണ് ടീമിനെ തെരഞ്ഞെടുത്തത്. 3 ഗോൾ കീപ്പർമാരും 24 ഔട്ട്ഫീൽഡ് കളിക്കാരും ഉൾപ്പെടെ 27 അംഗ ടീമിനെയാണ് തെരഞ്ഞെടുത്തത്. യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് സിയിലാണ് ബഹ്റൈൻ. 1-2 റൗണ്ടുകൾ ഓസ്ട്രേലിയയിലും ജപ്പാനിലുമായി നടക്കും.